വിലവർദ്ധനവിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷം മാത്രമേ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുവരെ 17 ദിവസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2 സിലിണ്ടർ ഉള്ളവർക്ക് ഇനി 30 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയൂ. ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പശ്ചിമേഷ്യയിലുണ്ടായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് പാചകവാതക ക്ഷാമത്തിന് ഇടയാക്കുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി ഗ്യാസ് ഏജൻസികൾ പറയുന്നുണ്ട്. രാജ്യത്ത് ഗാർഹിക പാചകവാതക വിലയും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 60 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിൽ സിലിണ്ടറിന് 913 രൂപയായി. വാണിജ്യ പാചകവാതകത്തിനും വില കൂട്ടിയിട്ടുണ്ട്. 19 കിലോ സിലിണ്ടറിന് 115 രൂപയാണ് വർദ്ധിച്ചത്. ഡൽഹിയിൽ സിലിണ്ടറിന് 1883 രൂപയായി ഉയർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിടാതെ തുടരുന്നത് ക്രൂഡ് ഓയിൽ വിലയെയും ഊർജ്ജ ഇറക്കുമതിയെയും ബാധിച്ചതാണ് വിലവർദ്ധനവിന് കാരണമെന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചത് ഹോട്ടൽ മേഖലയ്ക്കും വ്യവസായ സംരംഭകർക്കും കനത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന്റെ പേരിൽ എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ സൗകര്യമൊരുക്കുന്നുവെന്ന വ്യാപകമായ വിമർശനവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്.